എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 22-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകും എന്ന് NDTV സർവേ. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാൻ ആരാണ് യോഗ്യൻ എന്ന ചോദ്യത്തിന് ജനങ്ങൾ പ്രതികരിച്ചത് VD സതീശനാണ് മുൻതൂക്കം. VD സതീശന് 22.4% പേർ പിന്തുണച്ചപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് 18% പിന്തുണ ലഭിച്ചു. CPMന്റെ KK ശൈലജയ്ക്ക് 16.9% പിന്തുണ ലഭിച്ചപ്പോൾ BJPയുടെ രാജീവ് ചന്ദ്രശേഖറിന് 14.7% പിന്തുണയും ലഭിച്ചു. ശശി തരൂരിന് 9.8% പിന്തുണയാണ് ലഭിച്ചത്. ഇനി ആര് മുഖ്യമന്ത്രിയാവാനാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ, ഇടപാട് നടത്തുന്നവർ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. തുടർച്ചയായിട്ടുള്ള 4 ദിവസമാണ് ബാങ്ക് അവധി വരുന്നത്. ജനുവരിയിൽ തുടർച്ചയായിട്ടുള്ള 4 ദിവസം അവധി, 3 ദിവസം ബാങ്ക് അവധിയും 1 ദിവസം ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്കുമാണ്. ഈ മാസം 24, 25, 26, 27 തീയതികളിലാണ് ബാങ്കുകൾ അടഞ്ഞുകിടക്കുക. ജനുവരി 24-ാം തീയതി 4-ാം ശനിയാഴ്ചയും 25-ാം തീയതി ഞായറാഴ്ചയും 26-ാം തീയതി റിപ്പബ്ലിക് ദിന അവധിയുമാണ്. 27-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്ക്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചക്കകം മുൻകൂട്ടി ബാങ്ക് ഇടപാടുകൾ നടത്താൻ ഉള്ള ആളുകളെല്ലാം കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. ഇല്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു. അതിനെക്കുറിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പും സർക്കാരിന്റെ പിന്തുണയും നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. വളരെ സന്തോഷം തന്നെയാണ് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുമ്പോൾ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ആളുകളുടെ കാര്യം അങ്ങനെയല്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കാര്യം മുടങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഓഫീസിൽ വിളിച്ചപ്പോൾ കിട്ടിയ പ്രതികരണം ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് ഒന്ന് കേൾക്കുക. ഞാൻ തിരുവനന്തപുരം. നമ്മൾ കാര്യം ചോദിക്കുമ്പോൾ പെൻഷൻ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 2 ദിവസത്തിനകത്ത് പെൻഷൻ അയക്കുമെന്ന് പറഞ്ഞു. അതാണ് അത് കഴിഞ്ഞ വഴിക്ക് ഫോൺ കട്ട് ചെയ്യലല്ലോ. നമുക്ക് രണ്ടാമതും ചോദിക്കാനുണ്ടല്ലോ. കാര്യം എത്ര മാസത്തെ ഉണ്ട്? നമുക്ക് 10-18 മാസത്തെ മുടക്കുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രം സംസാരിച്ചാൽ മതിയോ? വേറെ ആരെല്ലാം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആയിക്കോട്ടെ, നമ്മൾ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് ആൻസർ നിങ്ങൾ തരേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ. പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറ. എത്ര മാസത്തെ ഉണ്ട് ഈ മാസം? 1 മാസത്തെ പൈസ. 1 മാസം. ബാക്കിയൊക്കെയോ? ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ബാക്കിയുള്ളത് എപ്പോഴാണ് കിട്ടുക? ഓരോ മാസത്തെ ആയിട്ട് അയച്ചു തരും. അങ്ങനെയല്ല ചോദിച്ചത്. ഈ മുടക്ക് 18 മാസത്തെ ഉണ്ട്, അത് എപ്പോ തിരിച്ച് തരുന്നതാണ് ചോദിച്ചത്. അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റത്തില്ല. അതെന്താ കാരണം? അതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് ഫണ്ട് വരുന്നതിനനുസരിച്ച് പൈസ അയച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ചോദിച്ചത് ഈ 18 മാസത്തെ മുടക്ക് നമ്മള് അതന്നെയാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. പ്ലീസ്, 18 മാസത്തെ കുടിശ്ശികയൊക്കെ ഉണ്ട്. ഫണ്ട് വരുന്നതിനനുസരിച്ച് പൈസ അയച്ചു തരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കട്ടെ ചേട്ടാ. നിങ്ങൾക്ക് ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ്? ഈ കഥയല്ല ഞാൻ ചോദിക്കുന്നത്രേ. നമ്മൾ അംശാദായം അടച്ചിട്ടുള്ള പൈസ അല്ലേ, ആ പൈസയിലെ പെൻഷനല്ലേ ചോദിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. വളരെ ധാർഷ്ട്യത്തോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് 18 മാസത്തെ കുടിശ്ശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ഉള്ള ആളുകൾക്കുള്ളത്. 2000 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ ഇവർക്ക് 1600 തന്നെയാണ് ലഭിക്കുന്നത്. ഈ 1600 ഓരോ മാസവും 1600 തന്നെ ഓരോ മാസത്തേതായിട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിന് പോലും 1 മാസത്തേതാണ് ലഭിച്ചത്. ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രി പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകിയിട്ടുള്ള വാഗ്ദാനം ഓർത്തുപോവുകയാണ്. 1000 കോടിയോളം കടമെടുത്തുകൊണ്ട് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ എല്ലാവർക്കും കൊടുത്തു തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. UDF സർക്കാർ ഭരിക്കുമ്പോൾ ക്ഷേമ ബോർഡിലെ തുക വലിയ ബാലൻസ് ഉണ്ടായിരുന്നത് മറ്റ് വകുപ്പുകളിലേക്ക് സർക്കാർ വകമാറ്റിയത് കൊണ്ടാണ് ബോർഡിന്റെ ഈ ഒരു അവസ്ഥ വന്നത്. പിന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥതയും ഈ ഒരു അവസ്ഥയിലേക്ക് ബോർഡിനെ എത്തിക്കാൻ കാരണമായിട്ടുണ്ട്. 60 വയസ്സ് കഴിയുമ്പോൾ വലിയ സഹായമാകും എന്ന് കരുതി അംശാദായം പണിയെടുക്കുന്ന കാലത്ത് വിയർപ്പിന്റെ അംശം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ 60 വയസ്സാകുമ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നതല്ല.
കൃത്യമായിട്ടുള്ള അംശാദായം എല്ലാ മാസവും അടച്ചു നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് ഈ കണക്കിന് മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് ഇത്തരമൊരു സംസാരം എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്, പ്രതിഷേധാർഹവുമാണ്. പെൻഷൻ 18 മാസത്തേത് മുടങ്ങിക്കിടക്കുകയാണ്. അവർ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടായും കൊണ്ടുള്ള സംസാരവും. ഇതാണ് സംസ്ഥാനത്തെ കെട്ടിടനിർമ്മാണ തൊഴിലാളികളുടെ അവസ്ഥ ഇന്ന് എന്നുള്ളത് വളരെ ദയനീയം തന്നെയാണ്. 1600 മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. 2000 രൂപയാക്കി മറ്റ് പെൻഷനുകൾ വർദ്ധിപ്പിച്ചപ്പോഴും ഈ 18 മാസത്തെ കുടിശ്ശികയായത് മാത്രമല്ല, ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ ഇവർക്ക് വെറും 1600 തന്നെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതും വളരെ സങ്കടകരം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപ അത് വലിയ താമസം ഇല്ലാതെ തന്നെ അതായത് ഈ മാസം 31 മുമ്പ് എല്ലാവർക്കും എത്തിച്ചേരുന്ന രൂപത്തിലുള്ള വിതരണം ഉടൻ ആരംഭിക്കുന്നതാണ്. ഇതിന്റെ പ്രഖ്യാപനം നാളെയോ അല്ലെങ്കിൽ ഇന്നൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നില്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏത് അറിയിപ്പുകളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സംസ്ഥാനത്ത് 2 തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായത്. 2 തവണയും കൂടുകയാണ് ഉണ്ടായത്. 2 തവണയായിട്ട് 5000-ഓളം രൂപയാണ് ഇന്ന് മാത്രം വർദ്ധിച്ചത്. ഒറ്റയടിക്ക് രാവിലെ 3680 രൂപയാണ് ഭവന് കൂടിയത്. അതോടെ 1,13,520 രൂപയായ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഒരു പവൻ സ്വർണത്തിന്റെ വില ഇപ്പോൾ 1,15,320 രൂപയും ഗ്രാമിന് 14,415 രൂപയുമാണ്. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ് നടക്കുന്നത്. അതുവരെ സ്വർണത്തിന് വൻ കുതിപ്പായിരിക്കും എന്നാണ് പറയുന്നത്. ബജറ്റിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും. ബജറ്റിന് ശേഷം സ്വർണ്ണവിലയെ പിടിച്ചുകെട്ടാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത്. ബജറ്റിന് ശേഷം സ്വർണ്ണവിലയിൽ കാര്യമായിട്ടുള്ള കുറവ് വരാനും സാധ്യതയുണ്ട്. കാരണം അതുപോലെയാണ് ഇപ്പോൾ സ്വർണ്ണവില കൂടുന്നത്. ഇതൊരു ട്രെൻഡാണ്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നീട് ഒറ്റയടിക്ക് കുറയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ, നിലവിൽ കയ്യിൽ ഉള്ള ആളുകൾ, പഴയ സ്വർണം മാറ്റി വാങ്ങുന്ന ആളുകൾ, നിക്ഷേപമായിട്ട് സ്വർണം വാങ്ങുന്നവരും മറ്റിടങ്ങളിൽ നിക്ഷേപിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്വർണ്ണവില പ്രതിദിനം ഉയരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ഉപഭോക്താക്കളും നിക്ഷേപകരും ശ്രദ്ധിക്കേണ്ട വാർത്താ റിപ്പോർട്ടുകളുടെയും വിപണിയിലെ ട്രെൻഡുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് തത്സമയ വില പരിശോധിക്കുക എന്നുള്ളതാണ്. സ്വർണം വാങ്ങുന്ന ദിവസം ഓരോ മണിക്കൂറിലും വില മാറാൻ സാധ്യതയുള്ളതിനാൽ വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള നിരക്കുകൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊന്ന് മേക്കിംഗ് ചാർജ്, പണിക്കൂലിയാണ്. വില കൂടുമ്പോൾ ആകെ തുക കുറയ്ക്കാൻ പണിക്കൂലി കുറഞ്ഞ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സാധാരണയായി 5% മുതൽ 25% വരെ പണിക്കൂലി വരാറുണ്ട്. ലളിതമായ ഡിസൈനുകൾക്ക് പണിക്കൂലി കുറവായിരിക്കും. മറ്റൊന്ന് അഡ്വാൻസ് ബുക്കിംഗ് ആണ്. വില ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ നിശ്ചിത ശതമാനം തുക മുൻകൂട്ടി നൽകി സ്വർണം ബുക്ക് ചെയ്യുന്നത് ഗുണകരമാകും. പിന്നീട് വില കൂടിയാലും ബുക്ക് ചെയ്ത വിലക്ക് സ്വർണം ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ETF. ഇതിനെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല. ആഭരണമായി സ്വർണം വാങ്ങുന്ന സമയത്ത് പണിക്കൂലിയും GSTയും കാരണം വലിയൊരു തുക നഷ്ടമാകും. നിക്ഷേപമാണ് ലക്ഷ്യം എങ്കിൽ ഗോൾഡ് ETF അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒരിക്കൽ വാങ്ങരുത്. വില കുതിച്ചുയരുന്ന സമയത്ത് വലിയൊരു തുക നിക്ഷേപിക്കാതെ ഇടവേളയിൽ ചെറിയ അളവിൽ SIP രീതിയിൽ വാങ്ങുന്നതാണ് റിസ്ക് കുറയ്ക്കാൻ നല്ലത്. മറ്റൊന്ന്, പഴയ സ്വർണം കയ്യിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സ്ചേഞ്ചിലേക്ക് പോകുമ്പോൾ ഹോൾമാർക്കിംഗ് കൃത്യമായിട്ട് പരിശോധിക്കണം. BIS ഹോൾമാർക്കുള്ള സ്വർണ്ണാഭരണം ആണ് എങ്കിൽ നിങ്ങളുടെ വിപണിയിലെ കൃത്യമായിട്ടുള്ള വില ലഭിക്കും. ഹോൾമാർക്കിംഗ് ഇല്ലാത്ത സ്വർണമാണ് എങ്കിൽ തൂക്കത്തിലും പരിശുദ്ധിയിലും കുറവ് വരാൻ സാധ്യതയുണ്ട്. പഴയ സ്വർണത്തിന്റെ മൂല്യവും ശ്രദ്ധിക്കണം. വില കൂടുമ്പോൾ പഴയ സ്വർണം വിൽക്കുന്നത് ലാഭകരമാണ് എങ്കിലും പുതിയ ആഭരണം വാങ്ങുകയാണ് എങ്കിൽ വലിയ തുക വിപണിയിൽ പണിക്കൂലിയായി നൽകേണ്ടി വരും എന്നുള്ളത് ഓർക്കണം. അതുപോലെ തന്നെയാണ് സുരക്ഷയും ബില്ലും.
കൃത്യമായ ബില്ല് വാങ്ങണം. സ്വർണം വാങ്ങുമ്പോൾ GST ഉൾപ്പെടുത്തിയ കൃത്യമായിട്ടുള്ള ബിൽ വാങ്ങാൻ മറക്കരുത്. സ്വർണത്തിന്റെ പരിശുദ്ധി, തൂക്കം, അന്നത്തെ വില, പണിക്കൂലി എന്നിവ ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മോഷണ സാധ്യത കണക്കിലെടുത്ത് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് പകരം ബാങ്ക് ലോക്കറുകളിലേക്കോ മറ്റ് സുരക്ഷിത മാർഗങ്ങളിലേക്കോ മാറ്റാൻ വേണ്ടിയും ശ്രദ്ധിക്കണം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾ, ഡോളറിന്റെ മൂല്യം, കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് എന്നിവ സ്വർണ്ണവിലയെ സ്വാധീനിക്കാറുണ്ട്. ഇതിനാൽ ആഭരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് സാമ്പത്തിക വാർത്തകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ